കണ്ണേട്ടാ. പാതി ദൂരം പിന്നിട്ടിട്ടും അവൻ്റെ തെളിയാത്ത മുഖം കണ്ടിട്ടാണ് സീത കയ്യിൽ തൊട്ട് പതിയെ വിളിച്ചു നോക്കിയത്. തിരിഞ്ഞുപോലും നോക്കാതെ കനത്തിലൊരു മൂളലാണ് ഉത്തരം കിട്ടിയത്. അതിനിയും വിട്ടില്ലേ? അവൾ വീണ്ടും ചോദിച്ചു. കണ്ണനൊരു നെടുവീർപ്പോടെ അവളെ നോക്കി. അതങ്ങനെയങ്ങ് വിട്ടുകളയാനാവുമോ ലച്ചു? അവൻ തിരിച്ചു ചോദിച്ചു. എനിക്ക് പറയാനും പ്രവർത്തിക്കാനും അറിയാഞ്ഞിട്ടല്ല, വേണ്ടെന്ന് വെച്ചിട്ടാ. കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയുള്ളവരോട് എന്ത് പറഞ്ഞിട്ടെന്താ, ചെയ്തിട്ടെന്താ? ഉള്ളിലെ അടങ്ങാത്ത രോക്ഷം അപ്പോഴും കണ്ണൻ സ്റ്റീറിങ്ങിൽ കൈമുറുക്കി തീർത്തു. യാതൊരു ഉളുപ്പുമില്ലാതെ എനിക്ക് മുന്നിൽ വന്നു നിന്നത് ഓർക്കുമ്പോഴാ. കണ്ണൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു. സീത അവൻ്റെ കയ്യിലുള്ള പിടി മുറുക്കി. അവരെല്ലാം ഒറ്റയടിക്ക് നന്നായി പോയെന്ന് തോന്നുന്നുണ്ടോ ലച്ചു നിനക്ക്? കണ്ണൻ സീതയെ നോക്കി. ഇല്ല. ഒരു നിമിഷം പോലും വൈകാതെ അവളുടെ ഉത്തരമെത്തി. അതാണ്, അങ്ങനെയുള്ളവരോട് അവിടെ നിന്നിട്ട് ഞാൻ വെറുതെ വായിട്ടലച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കണ്ണൻ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു. മുത്തശ്ശി പറഞ്ഞത് നീയും കേട്ടില്ലേ? ആ ഭീഷണിയുടെ ഭയത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അതൊന്ന് മറികടക്കുന്ന അടുത്ത നിമിഷം തന്നെ ശ്രീനിലയത്തിലെ പ്രമാണിമാർക്ക് പഴയ ചീഞ്ഞ സ്വഭാവം തന്നെയാകും. അതിലൊരു സംശയവും വേണ്ട. വലിഞ്ഞു മുറുകിയ മുഖത്തോടെ കണ്ണൻ പറഞ്ഞു. അതവരുടെ കാര്യം. കണ്ണേട്ടൻ വെറുതെ അതോർത്ത് ടെൻഷനാവല്ലേ പ്ലീസ്. കുസൃതിയില്ലാത്ത അവൻ്റെ മുഖം അവളെ ഒരുപാട് വേദനിപ്പിച്ചത് കൊണ്ടാണ് ആ വാക്കുകൾ ഉതിർന്നു വീണത്. കണ്ണൻ്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചു. ഇല്ലടി, ഞാൻ അതെല്ലാം വിട്ടു. നിന്റെ കൂടെയുള്ള കണ്ണേട്ടന് സങ്കടങ്ങളില്ല ലച്ചു. അല്ലെങ്കിൽ സങ്കടങ്ങളിൽ തളർന്നിരിക്കാൻ നീ അനുവാദം തരില്ലല്ലോ. നിന്റെ അരികിൽ ഞാൻ സ്വയം മറന്നിരിപ്പല്ലേ. വലിഞ്ഞു മുറുകി നിന്നിരുന്ന മുഖത്തേക്ക് ഞൊടിയിടെ കൊണ്ട് പ്രണയച്ചുവപ്പ് വലിഞ്ഞു കയറിയിരുന്നു അവനത് പറയുമ്പോൾ. സീതയുടെ മനം നിറഞ്ഞു. ഈ പ്രണയത്തിൻ്റെ ചുഴിയിൽ നിന്നും എന്നെ വലിച്ചു കയറ്റാനിനി നിനക്ക് കഴിയില്ല. നിന്നെ വിട്ടുപോകാൻ എനിക്കും. സീതയുടെ നേരെ അവൻ്റെ പ്രണയമാളുന്ന നോട്ടം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വീഞ്ഞുപോലെയാണ് എനിക്ക് നിന്നോടുള്ള പ്രണയം. അതെന്നെ ഓരോ നിമിഷവും ഭ്രാന്ത് പിടിപ്പിക്കുന്നു ലച്ചു. അവൻ്റെ സ്വരത്തിന് പോലും പ്രണയത്തിൻ്റെ ഭാരം. സീതയ്ക്ക് എപ്പോഴത്തെയും പോലെ അവൻ്റെ സ്നേഹത്തിന് മുന്നിൽ ശ്വാസം മുട്ടി. മൃദുവായി ഹരിയുടെ കൈയിൻ്റെ തണുപ്പ് തന്നിലേക്ക് ഇരച്ചു കയറിയതുപോലും അറിയാതെ പാറു അതേ ചിന്തകളുടെ തേരിലായിരുന്നു. ഹരിയാവട്ടെ ആത്മനിർവൃത്തിയുടെ ലഹരിയിൽ സ്വയം മറന്നു. അവനുള്ളിലെ പ്രണയം മൊത്തുപിടിച്ചു. നഷ്ടപ്രണയത്തിൻ്റെ ഭാരവും പേറി വേദന സഹിച്ച് നടന്നൊരു ഹരി അവന് മുന്നിൽ വന്നു നിന്നിട്ട് കണ്ണു നിറച്ചു. ഒരു കൈ അവൻ്റെ കയ്യിൽ ചേർത്ത് മറുകൈയിലെ ഇലച്ചീന്തിലെ പ്രസാദവുമായി നേർത്തൊരു ചിരിയിൽ നടക്കുന്ന പാർവതി. മുൻപെങ്ങോ കണ്ടു കുതിച്ചൊരു സ്വപ്നം ഇനി ഒരിക്കലും നടക്കില്ലെന്ന് നനച്ചു പിടഞ്ഞ അതേ സ്വപ്നം ഹരിക്കുള്ള നിറഞ്ഞു തൂവി. ഹൃദയം ഹൃദയത്തെ സ്പർശിക്കും പോലെ ഒന്നവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു നിൽക്കാൻ അന്നേരം അവൻ അത്രമാത്രം കൊതിച്ചു പോയിരുന്നു. അമ്പലത്തിൽ തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. ആത്മാവിനെ പോലും തണുപ്പിക്കാൻ പാകത്തിനൊരു കുളിർക്കാറ്റ് അവരുടെ പ്രണയത്തെ ചുറ്റിത്തിരിഞ്ഞു. ഹൃദയഹാരിയായ ഗന്ധത്തിന് പോലും പ്രണയത്തിൻ്റെ മാസ്മരിക ഭാവം. മോഹിച്ചൊരുവളെ സ്വന്തമാക്കാൻ കഴിയാത്ത ഒരുവൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം ഒരുപക്ഷെ അതായിരിക്കാം. ആ പൊതിഞ്ഞു പിടിച്ച കൈക്കുള്ളിൽ അവനൊരു ലോകം മറന്നു വെച്ചിട്ടുണ്ട്. നിലാവ് പോലെ അവൻ്റെ ജീവിതത്തിൽ കയറി വന്നവൾ. പ്രണയം പേറി നടന്ന വഴികളൊക്കെയും ആ നിമിഷം അവന് മുന്നിൽ സാക്ഷിയായി. നിലാവൊഴിഞ്ഞു പോയിട്ടും അവൾക്കായി പുതിയൊരു രാവൊരുക്കിയിട്ടും അവൻ മറന്നു കളയാത്തൊരു കിനാവ്. അതാണിപ്പോൾ കൂടി നടന്ന് സന്തോഷം തൂവുന്നത്. അവൾ തേടി വന്നിട്ടില്ല, അവളെ തേടി പോയിട്ടുമില്ല. പകരം ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വന്നൊരു ഇരുട്ടിൽ പ്രതീക്ഷയുടെ കുഞ്ഞുനാളം പോലെ ഇത്തിരി വെട്ടത്തിൽ ഒരുമിച്ച് ചേർന്നതാണ് പ്രണയമെന്നല്ലാതെ അതിനെന്ത് പേര് വിളിക്കും? ഹരി. പിന്നിൽ നിന്നാരോ ഉറക്കെ വിളിച്ചപ്പോഴാണ് പാറുവും ഹരിയും ഒരുപോലെ ഞെട്ടിയത്. തിരിഞ്ഞു നോക്കിയ ഹരിയുടെ വിരൽ കോർത്ത് വെച്ച തൻ്റെ കയ്യിലേക്ക് പാറു അവിശ്വസനീയതയോടെ നോക്കി. ഇതെപ്പോ? അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഹരിയെ വിളിച്ചയാൾ അവർക്ക് നേരെ ധൃതിയിൽ നടന്നു വരുന്നുണ്ട്. അയാൾക്ക് പിറകെ 2-3 സ്ത്രീകളും വളരെ പതിയെ നടന്നു വരുന്നുണ്ട്. ഹരിയുടെ പിടിയിൽ നിന്നും പാറു പതിയെ കൈവലിച്ചു നോക്കി. അതറിഞ്ഞിട്ടും ഹരി പിടിവിട്ടില്ല. ഹേയ് സജിൻ! തനിക്ക് നേരെ നടന്നു വരുന്നവരെ നോക്കി ഹരി വലതുകൈ ഉയർത്തി കാണിച്ചു. ലല്ലുമോള് അവർക്കരികിൽ നിന്നിട്ട് ചുറ്റും കണ്ണോടിച്ചു നോക്കുന്നുണ്ട്. ഹരി, എത്ര നാളായടാ കണ്ടിട്ട്?
സജിൻ അവൻ്റെ നേരെ കൈനീട്ടി. ഹരിയും ചിരിച്ചുകൊണ്ട് അവൻ്റെ നേരെ കൈനീട്ടി. അപ്പോഴും അവൻ്റെ ഇടത് കൈക്കുള്ളിൽ പാറുവിൻ്റെ കൈകൾ സേഫായിരുന്നു. നീ എന്നാടാ എത്തിയേ? ഹരിയാണ് ചോദിച്ചത്. ഞാൻ ഇന്നലെ. ലല്ലുവിൻ്റെ തലയിലൊന്ന് തലോടി ചിരിച്ചുകൊണ്ടാണ് സജിൽ മറുപടി പറഞ്ഞത്. എൻ്റെ കൂടെ പഠിച്ചവനാണ് സജിൽ. ഇവനിപ്പോൾ ദുബായിക്കാരനാണ്. അരികിൽ നിൽക്കുന്ന പാറുവിനെ ഹരി സജിലിനെ പരിചയപ്പെടുത്തി കൊടുത്തു. അവർ തമ്മിലുള്ള വിശേഷങ്ങൾക്കിടയിലാണ് സിജിലിനൊപ്പമുള്ള സ്ത്രീകൾ അവരുടെ അരികിലേക്ക് എത്തിയത്. അവരുടെ നോട്ടം കണ്ടിട്ടാണ് പാറു ഹരിയുടെ മറവിലേക്ക് കൂടുതൽ പതുങ്ങിയത്. കല്യാണം നോക്കുന്നുണ്ടോടാ? ഹരി സിജിലിനെ നോക്കി ചോദിച്ചു. പിന്നെ നോക്കാതെ, കൂടെ പഠിച്ച് നിനക്കൊക്കെ പിള്ളേരായില്ലേ? വീണ്ടും സിജിൽ ലല്ലുവിൻ്റെ മുടിയിൽ തലോടി. വീണ്ടും ചെയ്തത് ഇഷ്ടപ്പെടാത്തതുപോലെ ലല്ലുവിൻ്റെ മിഴികൾ അവന് നേരെ കൂർത്തു. ഇതാ സുധാകരൻ്റെ മോളല്ലേ? തുറച്ചു നോട്ടത്തിനൊടുവിൽ സിജിലിൻ്റെ കൂടെ വന്നവരിൽ ഒരുത്തി പാറുവിനെ ചൂണ്ടി. അതെ, ഹരിയാണ് ഉത്തരം കൊടുത്തത്. ഇതിനെയല്ലേ ഭർത്താവ് ഉപേക്ഷിച്ചു കളഞ്ഞത്? വീണ്ടും അവരുടെ ചോദ്യം. സിജിലിൻ്റെ കണ്ണിലെ സംശയത്തിൻ്റെ മുനകളെ ഹരി കണ്ടില്ലെന്ന് നടിച്ചു. ഹരിയുടെ കൈക്കുള്ളിൽ പാറുവിൻ്റെ വിരലുകൾ വിറച്ചു തുടങ്ങി. ഓ, ഇവളും ഇവളുടെ അനിയത്തിയും നാട്ടിൽ ഫേമസ് അല്ലേ? ഇതിപ്പോ നിന്റെ കൂടെയാണോ ഹരി? ഇവർക്കങ്ങനെ ആളെയൊന്നും നോട്ടമില്ലല്ലോ. എന്നാലും എൻ്റെ മോനെ, നീ എങ്ങനെ ഇവരുടെ വലയിൽ വീണു? പരിഹാസത്തിൻ്റെ കൂർത്ത മുള്ളുകൾ കുത്തിയിറങ്ങി പിടയുന്ന പെണ്ണിന് നേരെ ഹരി അലിവോടെ നോക്കി. തന്ത കൂടി ചത്തുപോയതോടെ ഇപ്പോൾ കൂടുതൽ സൗകര്യമായല്ലോ അല്ലേ? അവർ വിടാനുള്ള ഭാവമില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ? ആദ്യം സ്വന്തം സ്വഭാവം ഒന്ന് നന്നാക്കിയെടുക്കാൻ ശ്രമിക്ക്. എന്നിട്ട് മതി ഇവരുടെ നേരെ കുരച്ചു ചാടുന്നത്. അങ്ങേയറ്റം പരുഷമായി ഹരിയുടെ ശബ്ദമുയർന്നു. അമ്പലത്തിലാണെന്നതുകൂടി അവൻ മറന്നുപോയി. പെട്ടെന്നായതുകൊണ്ട് ലല്ലുമോളടക്കം ഞെട്ടിപ്പോയിരുന്നു. സിജിൽ അപ്പോഴും ഒന്നും മനസ്സിലാവാതെ ഹരിയെയും പാറുവിനെയും നോക്കുന്നുണ്ട്. ബൈ സിജിൽ. കൂടുതലൊന്നും പറയാതെ ഹരി ലല്ലുമോളെ വാരിയെടുത്തുകൊണ്ട് തിരിഞ്ഞു നടക്കുമ്പോൾ ഒരു കൈ കൊണ്ടവൻ പാറുവിനെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. വീട്ടിലേക്കുള്ള യാത്രയിൽ മൂവരും മൂകമായിരുന്നു. പിറകിൽ നിശബ്ദമായൊരു കരച്ചിൽ കൊണ്ട് പിടയുന്നവളെ ഓർത്ത് ഹരിയുടെ ഹൃദയവും വേദനിച്ചു. ആ നനഞ്ഞ മിഴികളിലെ വേദന അവന് ലോകത്തോട് മുഴുവൻ ദേഷ്യം തോന്നാൻ കാരണമായിരുന്നു. പാറുവിൻ്റെ കലങ്ങി ചുവന്ന കണ്ണുകളും വേദന നിറഞ്ഞ മുഖവും കണ്ടിട്ടാകും ലല്ലുമോളും ഒന്നും മിണ്ടുന്നില്ല. ശ്മശാനത്തിൻ്റെ മടുപ്പിക്കുന്ന മൂകത. വരുമ്പോൾ വർണ്ണങ്ങൾ വിതറി പുഞ്ചിരി പൊഴിച്ചു നിന്നിരുന്ന വഴികളൊക്കെയും കരഞ്ഞു വീണ് കിടക്കുന്ന പൂവുകളായിരുന്നു തിരികെയുള്ള യാത്രയിലുടനീളം കണ്ടത്. ഇടയ്ക്കിടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ലല്ലുമോളെ ഹരി ഒരു കൈകൊണ്ട് ഒതുക്കി പിടിച്ചു. ആ നെറുകയിൽ ചുണ്ടു ചേർത്തതും ആശ്വാസം പകർന്നു. വീടിൻ്റെ താഴെയുള്ള റോഡിൽ ബൈക്ക് നിർത്തി. ഹരി ഇറങ്ങും മുന്നേ ധൃതിയിൽ കയറിപ്പോകുന്ന പാറുവിനെ അവൻ നോവോടെ നോക്കി. അമ്മയ്ക്ക് എന്തു പറ്റി അങ്കിൾ? ലല്ലുമോളുടെ ചോദ്യം. ഒന്നുമില്ലടാ, മോളിങ് വാ. ഹരി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ലല്ലുമോളെയും കയ്യിലെടുത്തുകൊണ്ടാണ് ഹരി പടികൾ കയറിയത്. അവർ ചെല്ലുന്നതും കാത്തെന്ന പോലെ സീതയും കണ്ണനും അജുവും ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ട്. നിങ്ങൾ എപ്പോ എത്തി? തെളിച്ചമില്ലാത്തൊരു ചിരിയോടെയാണ് ഹരി അകത്തേക്ക് കയറിയത്. നിനക്ക് എന്ത് പറ്റിയടാ? അവൻ്റെ ചോദ്യം കേട്ടില്ലെന്ന് നടിച്ചുകൊണ്ട് സീത ഹരിയുടെ അരികിൽ വന്നു. ലല്ലു ഹരിയുടെ കയ്യിൽ നിന്നും താഴെയിറങ്ങി കണ്ണൻ്റെ അരികിലേക്ക് ചെന്നു. കണ്ണൻ അവളെ പൊക്കിയെടുത്ത് മടിയിലിരുത്തി. പാറു എവിടെ? തിണ്ണയിലിരിക്കുന്നതിന് മുന്നേ ഹരിയുടെ കണ്ണുകൾ അകത്തേക്ക് നീണ്ടു. അവൾ അകത്തേക്ക് പോയി. നീ കാര്യം പറ ഹരി, എന്താ ഉണ്ടായേ? സീത അവനെ അരികിൽ പിടിച്ചിരുത്തി അക്ഷമയോടെ ചോദിച്ചു. നാക്കിനെല്ലില്ലാത്ത കുറേ നാട്ടുകാരും അതിന് കരഞ്ഞു വിളിച്ച് നടക്കാൻ നിന്റെ ചേച്ചിയും, ഹരി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ആരെങ്കിലും കയറി ചൊറിഞ്ഞു കാണും അല്ലേടാ? ലല്ലുമോളെ ഇറുക്കി പിടിച്ചുകൊണ്ട് ചിരിയോടെ കണ്ണൻ ചോദിച്ചു. അമ്പലത്തിൽ നടന്ന സംഭവങ്ങൾ ഹരി ചുരുക്കി പറഞ്ഞു കൊടുത്തു. അപ്പോഴും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. ഇതിനൊറ്റ പരിഹാരമേ ഉള്ളൂ ഹരി. എല്ലാം കേട്ടുകഴിഞ്ഞിട്ട് കണ്ണൻ പറഞ്ഞു. എല്ലാവരും അവനെ നോക്കി. ഇനി ആരും അവളെയൊന്നും പഴി പറയാനാവാത്ത വിധം നീ നിന്നിലേക്ക് പാറുവിനെ ചേർത്ത് വെക്കണം. നിന്റെ പേരിലൊരു താലി അവൾക്ക് സമ്മാനിക്കുന്നേ. നിന്റെ പ്രണയത്തിൻ്റെ തണലിൽ കഴിഞ്ഞുപോയ കാലങ്ങളെ അവൾ മറന്നോളൂ. ആ ഓർമ്മകൾ അവളെ വേദനിപ്പിക്കാതിരിക്കാൻ, അത് കണ്ട് നീ പിടയാതിരിക്കാൻ ഇതേ വഴിയുള്ളൂ. കണ്ണൻ്റെ വെളിപ്പെടുത്തൽ. ഹരിയുടെ കണ്ണിൽ 2 നക്ഷത്രങ്ങൾ മിന്നി.
സീതയും അജുവും ചിരിയോടെ അവനെ നോക്കിയിരുന്നു. എനിക്കിനിയും ലീവ് നീട്ടിക്കൊണ്ടു പോവാനാവില്ല ഹരി. അറിയാലോ ഞാൻ വന്ന സിറ്റുവേഷൻ. കണ്ണൻ വീണ്ടും അവരെ എല്ലാവരെയും നോക്കി. അജു ഏതായാലും എനിക്കൊപ്പം വരും. അവനവിടെ പറ്റിയൊരു ജോലി മിത്തു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അജുവിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു. സീതയെ ഞാൻ ഇനി ഇവിടെ തനിയെ നിർത്തുന്നില്ല. മുത്തശ്ശിയും അത് തന്നെയാണ് പറഞ്ഞത്. ഒരാഴ്ച കൊണ്ട് വലിയൊരു ഫംഗ്ഷനൊന്നും തട്ടിക്കൂട്ടാനാവില്ലെങ്കിലും നമുക്ക് ഇവരുടെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൂട്ടാൻ അതിന് മാത്രം സമയമൊന്നും വേണ്ടല്ലോ ഹരി. കണ്ണൻ പറയുന്നത് കേട്ടിരിക്കുമ്പോഴും പാറുവിനെ കുറിച്ചായിരുന്നു ഹരിയുടെ ടെൻഷൻ മുഴുവനും. അവളിതെങ്ങനെ എടുക്കുമെന്ന് പറയാനാവില്ല. അവനുള്ളിൽ വീണ്ടും നോവിൻ്റെ അലകളാണ്. അതറിഞ്ഞിട്ട് തന്നെ സീത അവൻ്റെ തോളിൽ ചാരിയിരുന്നു. അജുവിന് ഒന്നും പറയാനില്ലേ? ഒന്നും മിണ്ടാതിരിക്കുന്ന അജുവിനെ നോക്കി കണ്ണൻ ചോദിച്ചു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞോടാ. കിട്ടിയ ചാൻസാണ്. നിന്റെ പെങ്ങന്മാരുടെ ലൈഫിൽ നിനക്കൊന്നും പറയാൻ കഴിഞ്ഞില്ലെന്ന് കുറ്റബോധം ഉണ്ടാവാൻ പാടില്ലല്ലോ, അല്ലേ കണ്ണ? ഹരി കൂടി പറഞ്ഞതോടെ അജുവിൻ്റെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. ഇനി എൻ്റെ വല്യേച്ചിയും സീതേച്ചിയും സന്തോഷം കൊണ്ടല്ലാതെ കരയില്ലെന്നത് എനിക്ക് ഉറപ്പുണ്ട് ഹരിയേട്ടാ. അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല കണ്ണേട്ടാ. അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയവൻ്റെ കലങ്ങി ചുവന്ന കണ്ണുകൾ ഹരിയും കണ്ണനും മനസ്സ് നിറഞ്ഞ് ചിരിച്ചു. മനസ്സിലൊരു കല്യാണമേളം. കാത്തിരുന്ന് കൊതിച്ച നിമിഷം. അത്രമേൽ മനോഹരമായൊരു നിർവൃത്തിയോടെ രണ്ടുപേരും സ്വന്തം പ്രണയത്തെക്കുറിച്ചോർത്തു.